നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അത് എളമയ്ക്ക് കയറി കൊള്ളേണ്ട കാര്യം എന്താ? കാര്യമുണ്ട്. ആ സംഭവം നടന്നപ്പോഴേ അച്ഛൻ മുള്ളും മുനയും വെച്ചാ സംസാരിച്ചത്. ഈ കുടുംബത്തിലുള്ള ശത്രു ദക്ഷയാണ്. നീ ദക്ഷയുടെ ഭാഗത്തല്ലേ? എന്നുവെച്ചാ ഞാൻ ചെയ്തുന്നോ? കേബിൾ മുറിച്ചു വെച്ചാൽ ട്രിപ്പ് ആവുന്ന ആർക്കാ അറിയാത്തത്? ഞാൻ എന്തിനാ അങ്ങനെ ഒരു മണ്ടത്തരം കാണിക്കുന്നേ? ട്രിപ്പായെങ്കിൽ സഞ്ജു തെറിച്ചു വിടാൻ കാരണം എന്താ? പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാവാതെയാണോ അച്ഛൻ സംസാരിക്കുന്നത്? എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഇനിയിപ്പോ ഞാൻ എന്തിനാ ഈ വീട്ടിൽ നിൽക്കണം? ഞാൻ എവിടേക്കെങ്കിലും പോയിക്കോളാം. ആര് നിന്നെ തടയുന്നു? പോകുന്നെങ്കിൽ പോയിക്കോ. കവിത അങ്ങനെ വെറും കൈയോടെ ഇറങ്ങി പോകുന്ന ആരും കരുതണ്ട. എനിക്ക് അവകാശപ്പെട്ടത് വാങ്ങിച്ചിട്ടേ ഞാൻ ഇവിടുന്ന് പോവൂ. അവകാശം പറയാൻ നീ എന്തെങ്കിലും ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകുമ്പോ കൊണ്ടുവയ്ക്കൂ. അതിനാരും നിന്നെ തടയാൻ വരില്ല. മോളെ, നീ ഈ ബാഗ് എടുത്തോണ്ട് പോ. കവിതേ, നീ വെറുതെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. ജയിക്കാൻ വേണ്ടി ഓരോന്ന് വിളിച്ചു പറയരുത്. എന്നാണ് ഞാൻ ജയിച്ചിട്ടുള്ളത്? നിങ്ങളൊക്കെ എന്നെ തോൽപ്പിച്ചിട്ടല്ലേ ഉള്ളൂ. ഒരു ജീവിതമൊക്കെ വെച്ച് നീട്ടി മോഹിപ്പിച്ചവരല്ലേ നിങ്ങള്. എനിക്കെങ്ങനെ ഒരു ഗതി വരുത്തി വെച്ചിട്ട് എവിടുന്നോ വന്ന് കയറി ഇവളെ മരുമകളായിട്ട് വാഴിച്ചു. അന്ന് തുടങ്ങിയതാ ഈ കുടുംബത്തിന്റെ അധപതനം. ഈ കുടുംബത്തിനു വേണ്ടിയും ബിസിനസിനു വേണ്ടിയും ഞാൻ അധ്വാനിച്ചതിൽ കൂടുതൽ ആര് പണിയെടുത്തിട്ടുണ്ട്? അച്ഛന് ശേഷം മുകുന്ദട്ടൻ ബിസിനസ് കൊണ്ട് നടന്ന കുളം തോണ്ടി ആ കമ്പനി അതിനെ ഞാൻ ലാഭത്തിൽ എത്തിച്ചിട്ടാ സഞ്ജു വന്ന് MD സ്ഥാനം ഏറ്റെടുത്തത്. ഇന്നിപ്പോ ബിസിനസിന്റെ അവസ്ഥ എന്തായി? പകുതി ഷെയർ പിടിച്ചു വാങ്ങാനായി ദക്ഷ നിൽക്കുന്നു. വിട്ടുകൊടുക്കാതിരിക്കാൻ പറ്റുമോ നിങ്ങൾക്കൊക്കെ? മംഗലശ്ശേരി വീടും ബിസിനസ്സും ഒക്കെ ഇപ്പൊ മുങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പല. വീട്ടില് ഒരുത്തന് 2 ഭാര്യമാര്. കമ്പനിയുടെ പകുതിക്ക് പുതിയൊരു അവകാശം ഉണ്ടായി. മംഗലശ്ശേരി ഗ്രൂപ്പിൽ നിന്ന് ആരും ഒന്നും കൊണ്ടുപോകുന്നില്ല. നീ അതിന് സ്വപ്നം കാണുകയും വേണ്ട. ഗംഗാധര പണിക്കര് മരിച്ചിട്ടൊന്നുമില്ല. പൊരുതാനുള്ള ചങ്കൂറ്റ് ഇപ്പോഴും ഉണ്ട്. നിനക്ക് ഷെയറായി 1 രൂപ പോലും ഞാൻ തരില്ല. ഇറങ്ങുന്നെങ്കിൽ ഒഴിഞ്ഞ കയ്യുമായി. നിന്നെ പോലൊരു വിഷജന്തു ഈ കുടുംബത്തിൽ വന്ന് പിറന്നതാ ഈ വീടിന്റെ ശാപം. പൊയ്ക്കോ, ഈ കുടുംബം രക്ഷപ്പെടിക്കട്ടെ. ഇനി എവിടെ രക്ഷപിടിക്കാന്? കഴുത്തോളം മുങ്ങുമ്പോഴുള്ള ഈ ധൈര്യം കൊള്ളാം. അതെന്നും ഉണ്ടാവണം. പിന്നെ എനിക്ക് അവകാശപ്പെട്ടത് വാങ്ങിയിട്ടേ ഞാൻ പോകും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.